2024 JEE എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തേത് ഇതിലെ എക്സാം പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് എക്സാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ജെയുടെ സൈറ്റിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ഉണ്ട്. ഇത് എക്സാമിൻ്റെ പാറ്റേൺ മാത്രമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ടൊന്ന് ഓടിച്ചു പറയുന്നു. ഇതിൻ്റെ ഫുൾ PDF ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. jemain.nta.ac.in എന്നുള്ള സൈറ്റാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഡ്മിറ്റ് കാർഡിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ടിംഗ് ടൈം ശ്രദ്ധിക്കുക, ഗേറ്റ് ക്ലോസിംഗ് ടൈം ശ്രദ്ധിക്കുക, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഏത് ഷിഫ്റ്റിലാണ്, ഏത് സമയത്താണ്, വെന്യൂ, ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ആ സമയത്ത് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ. അതേപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം, അതായത് നിങ്ങൾ നോർമലി ഈ ഡിജി ലോക്കറിലോ അല്ലെങ്കിൽ ABC ID, അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലോ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ ഓൾറെഡി അപ്ലോഡഡ് ആവണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇനി അങ്ങനെ അല്ലാത്ത കേസിൽ, അതായത് ഈ ഡിജി ലോക്കർ രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ ABC ID രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ, അതേപോലെ നോൺ ആധാർ ഓപ്ഷൻസ് അപ്ലൈ ചെയ്യാൻ നേരത്ത് നോൺ ആധാർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവരൊക്കെ നീഡ് ടു റിപ്പോർട്ട് ഏർലി ഓൺ ദ ഡേ ഓഫ് എക്സാം എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 hour മുമ്പെങ്കിലും ഈ ഡിജി ലോക്കർ വഴിയോ ABC ID വഴിയോ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിന് 1 hour മുമ്പ് അവിടെ എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബയോമെട്രിക്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇനി എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി അഡ്മിറ്റ് കാർഡ് പ്രിഫറബിളി കളറായിരിക്കണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒന്ന് നിങ്ങൾ കയ്യിൽ കരുതുകയും വേണം. ഒരു വാലിഡ് ID പ്രൂഫ്, അത് ഞാൻ ആ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പക്ഷേ ശ്രദ്ധിക്കുക, ID കാർഡുകൾ സ്കൂളിൻ്റെ ID കാർഡോ അല്ലെങ്കിൽ കോളേജിൻ്റെ ID കാർഡോ യൂണിവേഴ്സിറ്റിയുടെ ID കാർഡോ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററുകളുടേതോ ഇങ്ങനെയുള്ള ഒരു IDയും പെർമിറ്റ് ചെയ്യില്ല. ID കാർഡുകളല്ല, അഡ്മിറ്റ് കാർഡുകളാണ് അവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി പാടില്ല, ഫോണിലുള്ള സ്കാൻഡ് ഇമേജസ് പാടില്ല, ഒറിജിനൽ ഡോക്യുമെൻ്റ് തന്നെ വേണം. അതും ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് എക്സാം പാറ്റേൺ BTech ചെയ്യുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 80 മാർക്കാണ് നിങ്ങളുടെ സെക്ഷൻ Aയിൽ ഉണ്ടാവുക. അതായത് 20 ക്വസ്റ്റ്യൻ. ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. 80 മാർക്കിൻ്റേതാണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ 4 മാർക്ക്. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾ മാർക്ക്ഡ് ഫോർ റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 0 ആണ്, കൺസിഡർ ചെയ്യില്ല. ഇൻകറക്റ്റ് ആണെങ്കിൽ -1 ആണ്. അപ്പോൾ എല്ലാ ശരി ഉത്തരത്തിനും 4 മാർക്ക്, എല്ലാ തെറ്റിനും -1. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല, നഷ്ടപ്പെടുകയില്ല. എന്നാൽ സെക്ഷൻ Bയിലേക്ക് വരുമ്പോൾ 20 മാർക്കാണ്. 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ 5 എണ്ണം ചെയ്താൽ മതി. × 4, ഓരോന്നിനും 4 മാർക്ക് വീതം 20 മാർക്കാണ് സെക്കൻഡ് സെഷൻ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 ഓപ്ഷൻ തരികയല്ല, പകരം നിങ്ങളുടെ ഒരു ഇൻപുട്ട്, നിങ്ങളുടെ ആൻസർ നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഈ സെക്കൻഡ് പാർട്ട് Bയുടെ സെക്ഷൻ Bയുടെ പ്രത്യേകതയാണത്. ആ 5 ക്വസ്റ്റിനും നിങ്ങളുടെ ഇൻപുട്ട് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനൊരു വിർച്വൽ കീബോർഡ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് മൗസ് ഉപയോഗിച്ചിട്ടും ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർക്കിംഗ് സ്കീമൊക്കെ സെയിം തന്നെയാണ്. അതേപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് മാക്സിമം മാർക്ക് 200 മാർക്കാണ്. 50 ക്വസ്റ്റിനാണ് സെയിം. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് വീതം. അങ്ങനെ 50 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതിൽ ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും 5 അങ്ങനെയല്ല, 50 ചെയ്യണം. ഓരോ ക്വസ്റ്റിനും 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. അതേപോലെ ഡ്രോയിങ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100 മാർക്കിൻ്റേതാണ് 2 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റിന് 50 മാർക്കാണ്. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അത് രണ്ടും അറ്റൻഡ് ചെയ്യണം. അവിടെയും ചോയ്സസ് ഇല്ല. ഇത് ഡ്രോയിങ് ഷീറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡ്രോയിങ് ആണ് ടെസ്റ്റ്. അപ്പോൾ ഡ്രോയിങ് ഷീറ്റിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഷീറ്റിലെ ആ സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിൽ തന്നെയാണ് നിങ്ങളുടെ ഡ്രോയിങ് ചെയ്യേണ്ടത്. അഡീഷണൽ സപ്ലിമെൻ്ററി ഡ്രോയിങ് ഷീറ്റ് തരില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, അതായത് പെൻസില്, കളർ പെൻസിൽ, ക്രയോണ്, ഇറേസർ, ജോമെട്രി ബോക്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം. വാട്ടർ കളറോ പോസ്റ്റർ കളറോ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ഈ ഡ്രോയിങ് ചെയ്യുന്ന ഷീറ്റ് പിന്നീട് ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ചിട്ടേ പുറത്തു വരാവൂ. അതേപോലെ അതിൽ നിങ്ങളുടെ റോൾ നമ്പറും പേരും സെൻറ്റർ അഡ്രസ്സും ഒക്കെ ഉണ്ടാവണം. ഈ പ്ലാനിംഗ് ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അടുത്ത സെഷൻ
ഇത് 100 മാർക്കിൻ്റേതാണ്. എല്ലാവർക്കും എല്ലാ എക്സാമും ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഏതൊക്കെയാണ്. നിങ്ങൾ BRക്ക് എടുത്താൽ അതിൻ്റെ എക്സാം, പ്ലാനിങ് എടുത്താൽ അതിൻ്റെ എക്സാം, അങ്ങനെയാണ്. ഇതിൽ 25 ക്വസ്റ്റ്യനാണ്. പ്ലാനിങ് ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 25 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതായത് 100 മാർക്കിൻ്റെ. അവിടെയും ചോയ്സ് ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കറക്റ്റ് ആൻസറിന് 4 മാർക്ക് കിട്ടും. തെറ്റാണെങ്കിൽ -1, അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0. ഇത് ഇംഗ്ലീഷിലായിരിക്കും. ഏത് ലാംഗ്വേജ് പ്രിഫർ ചെയ്തവർക്കും ഇംഗ്ലീഷിലാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ദെൻ ഇവിടെയും ഈ പറഞ്ഞ പോലെയാണ് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻ എടുക്കാം. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ നോക്കുക. പേപ്പർ 1 BTech ചെയ്യുന്നവർക്ക് 180 മിനിറ്റ്സ് ആണ്. പേപ്പർ 2A BRക്ക് ചെയ്തവർക്കും 180 മിനിറ്റ്സ് ആണ്. പ്ലാനിങ് ചൂസ് ചെയ്തവർക്കും 180 മിനിറ്റ് ആണ്. ചിലർ BRക്ക് പ്ലാനിങ് രണ്ടും ചെയ്യുന്നവർക്ക് 210 മിനിറ്റ് ഉണ്ടാവും. നിങ്ങളുടെ സ്ക്രീനിൻ്റെ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് റിമൈനിങ് ഒരു കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം ബാക്കിയുണ്ട് എന്നറിയാം. അത് 0 ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാം ക്ലോസ് ആവും. പിന്നെ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കൗണ്ട് ഡൗൺ ടൈം ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. അത് 0 ആവുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കലി അത് സബ്മിറ്റ് ആവും. പിന്നെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് ഇങ്ങനെയൊരു സൈൻ ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ അങ്ങനെ കാണിക്കും. അതേസമയം നിങ്ങൾ ആൻസർ ചെയ്യാത്ത, നിങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്തു ബട്ട് ആൻസർ ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ രണ്ടാമത് ഈ കൊടുത്തിരിക്കുന്ന പോലെ കാണിക്കും. നിങ്ങൾ ആൻസർ ചെയ്തതിന് ഈ ഒരു സൈൻ ആവും. ഇനി നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചു, നോട്ട് ആൻസർഡ് ആണ്, ബട്ട് മാർക്ക് ഫോർ റിവ്യൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു പിന്നീട് ചെയ്യാൻ വേണ്ടി റിവ്യൂവിന് വേണ്ടി വെച്ചുവെങ്കിൽ അതിങ്ങനെ കാണിക്കും. ഓൾറെഡി നിങ്ങളത് ആൻസർ ചെയ്തു എന്നിട്ട് പിന്നീട് റിവ്യൂവിന്, ആൻസർ ചെയ്തെങ്കിലും റിവ്യൂവിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് ഇങ്ങനെ ഒരു സൈൻ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ റിവ്യൂവിന് വെച്ചതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് എടുത്ത് മാറ്റുകയും മറ്റും ചെയ്യാം. സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്താലാണ് അത് സേവ് ആവുക. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഈ എക്സാമിൻ്റെ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ഫുൾ PDF ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്, അതും ശ്രദ്ധിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.